ഇതിൻ്റെ ഫൈനൽ ലുക്ക് കണ്ടിട്ട് നിങ്ങൾ തന്നെ പറയണം ഈ സാധനം എങ്ങനെയുണ്ടെന്ന്. തുടക്കത്തിൽ നിന്ന് ഒരു പ്രശ്നമില്ലായിരുന്നു. ഒരു പേപ്പർ പീസ് എടുക്കുന്നു, നടുക്ക് ഒരു സർക്കിൾ വരയ്ക്കുന്നു, പിന്നെ കുഞ്ഞു കുഞ്ഞു സ്ക്വയർ വരയ്ക്കുന്നു, സ്പേസ് വിട്ട് ഓരോ സ്ക്വയറും ഡാർക്ക് ചെയ്യുന്നു. നമ്മൾ നടുക്ക് വരച്ച സർക്കിളിലാണ് കാര്യം ഇരിക്കുന്നത്. ഒരു 3D എഫക്റ്റ് കൊണ്ടുവരാൻ വന്നിട്ട് ഞാൻ 3G ആയ കഥയാണ്. അപ്പോൾ പാളിപ്പോയ കഥകളിൽ പാളിച്ച നമ്പർ 1. 350 രൂപ കൊടുത്ത് ഒരുപാട് ഷെയ്ഡുള്ളത് കണ്ട് ഞാൻ ക്വാളിറ്റി പ്രതീക്ഷിച്ച് നമ്മുടെ ലുലുവിൽ നിന്ന് വാങ്ങിയ ഒരു കളർ സ്കെച്ചാണ് നിങ്ങൾ കാണുന്നത്. പക്ഷെ ഒന്ന് ആഞ്ഞ് വരച്ച പേപ്പർ പോലും ഇളകി വരുന്നതായിരുന്നു ഐറ്റം. ഇനി പാളിച്ച നമ്പർ 2 എന്ന് പറയുമ്പോൾ ഞാൻ ഒരു 3D എഫക്റ്റ് കൊണ്ട് അവിടെ നടുക്കൊരു സർക്കിൾ വരച്ചില്ലേ, അതിലായിരുന്നു സത്യം പറഞ്ഞാൽ പാളിച്ച. കത്തിയവർ താഴെ കമൻറ്റ് ചെയ്യണം, ഞാൻ എന്തായാലും ലാസ്റ്റ് പറയാം. ഇനി പാളിച്ച നമ്പർ 3 എന്ന് പറയുമ്പോൾ പെൻസിൽ വെച്ച് അധികം വരയൊന്നും ഇല്ലാത്തതുകൊണ്ട് എൻ്റെ കയ്യിൽ പെൻസിൽ ഇല്ലായിരുന്നു. ആ ഒരു പെൻസിലിന് വേണ്ടി ഞാൻ തപ്പി അടുത്തുള്ള വീട്ടിലൊക്കെ പോയി തപ്പിയിട്ടാണ് അവസാനം ഒരു പെൻസിൽ കിട്ടിയത്. അത് വെച്ച് അവസാനം ഔട്ട്ലൈൻ എങ്ങനെയെങ്കിലും ഷെയ്ഡ് ചെയ്തെങ്കിലും എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ല. പക്ഷേ നിങ്ങൾ പറയണം ഈ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ടെന്ന്. ഇനി പേപ്പർ എങ്ങാനും ഇളകി വരുമെന്ന് പേടിച്ചിട്ട് ഞാൻ ഒരു മയത്തിലായിരുന്നു ഈ സ്ക്വയറൊക്കെ ഡാർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ക്യാമറ വഴി നോക്കിക്കഴിഞ്ഞപ്പോൾ അത് കാണാൻ വേണ്ടി ഒരു ലുക്കില്ലാത്ത പോലെ തോന്നി. അങ്ങനെ വീണ്ടും ആ കളർ പെൻസിൽ യൂസ് ചെയ്ത് ഞാൻ ഓരോ സ്ക്വയറായിട്ട് കുത്തിയിരുന്ന് അങ്ങ് കറുപ്പിക്കാൻ തുടങ്ങി. പേപ്പർ ഇളകുവാണെങ്കിൽ ഇളകട്ടെ എന്നങ്ങ് വിചാരിച്ചു. സത്യത്തിൽ ഇത് വരച്ച് കഴിഞ്ഞിട്ട് അപ്ലോഡ് ചെയ്യണോ വേണ്ടെന്ന് കുറേ വട്ടം ആലോചിച്ചു. പിന്നെ കരുതി ചെറിയ ചെറിയ പാളിച്ചകൾ നിന്നാണല്ലോ നമ്മൾ ശരികൾ അടിക്കുന്നത്. അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എന്തായാലും എൻ്റെ കൂടെ കാണുന്നൊരു വിശ്വാസത്തിലാണ് ഇത് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.